സമദൂരം നായർ സാറിൻ്റെ ശരിദൂര സിദ്ധാന്തങ്ങൾ പുറത്തു വന്നു തുടങ്ങി. 22 MLA-മാരുള്ള ലീഗിന് ഈ കോൺഗ്രസിൻ്റെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള അവകാശമില്ല, അതിനുള്ള റൈറ്റില്ല. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് കൊടുക്കരുത് എന്ന് പറയാനുള്ള അവകാശം പുള്ളിക്കുണ്ട് താനും. അതെന്ത് അവകാശമാണ്? അതാണ് സമദൂര അവകാശത്തിൽ നിന്നും ശരിദൂര അവകാശത്തിലേക്കുള്ള യാത്ര. എൻ്റെ നായർ സാറേ, 10 വർഷക്കാലം പ്രതിപക്ഷത്തായിരുന്നു ഈ മുന്നണി മൊത്തം. വെള്ളംകുടി ഉണ്ടായിരുന്നില്ല, കേസുകൾ നിരവധി, അറസ്റ്റുകൾ നിരവധി, ശബരിമല കൊള്ള എന്ന് വേണ്ട ഇത്രയേറെ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും നായർ സാറ് ഇടയ്ക്കിടെ ശബ്ദമുണ്ടാക്കി പെരിയെ ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് സ്വർണം പോലും മോഷ്ടിച്ചുകൊണ്ട് പോയതിൽ ഒരു പ്രശ്നവുമില്ലെന്നും അയ്യപ്പ സംഗമം ഒരു മഹത്തായ ഉദ്ദേശത്തോടുകൂടി ഗംഭീരമായ പരിപാടിയാണെന്നും ഒക്കെ പ്രഖ്യാപനം നടത്തി അങ്ങനെ ചേർന്ന് നിന്നപ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടവരും അങ്ങയുടെ സംഘടനയിൽപ്പെട്ട ആളുകളുമെല്ലാം അങ്ങയ്ക്ക് ഇതിൽ അഭിപ്രായം പറയാൻ യാതൊരു യോഗ്യതയുമില്ലെന്നും തങ്ങൾക്കത് കേൾക്കേണ്ട ഒരു ബാധ്യതയുമില്ലെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെക്ക് വടക്ക് ആളുകൾ വോട്ട് ചെയ്ത് ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിലേൽപ്പിച്ചത്. അതിൽ മുസ്ലിമും നായരും ഈഴവരും ദളിതരും പിന്നോക്ക ജാതിക്കാരും സവർണരും അവർണരും എല്ലാവരും ഉണ്ട്. മുഴുവൻ ആളുകളും നാനാജാതി മതസ്ഥരായ ആളുകളാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അതിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയിലെ അല്ലെങ്കിൽ മുന്നണിയിലെ സംഘടനകൾക്ക് ഓരോ കാര്യങ്ങളിലും അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവും എല്ലാ അധികാരവും ഒക്കെ ഉണ്ട്. ഇനി അതിനിടയിൽ അഭിപ്രായം പറയുന്നത് കൂടിയോ കുറഞ്ഞോ പോയാൽ അവരെല്ലാവരും കൂടെ അങ്ങ് പരിഹരിച്ചോളും. സാറെന്തിനാ അതോർത്ത് വിഷമിക്കുന്നത് എന്ന് മാത്രവുമല്ല, ഇപ്പോൾ സാർ അവർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഉപകാരവും ഒരു സഹായവും ഒരു വാക്കുകൊണ്ടും ഒരു പ്രവൃത്തി കൊണ്ട് പോലും ചെയ്യാത്ത സാറിന് വിദ്യാഭ്യാസ വകുപ്പ് ഈ മുന്നണിയിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എവിടുന്ന് കിട്ടി? ആരെങ്കിലും വെളിപാടായി തന്നോ? അതോ എവിടെ നിന്നെങ്കിലും എത്തിച്ചു തന്നോ? അതുകൊണ്ട് ഈ സഹാറിൻ്റെ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ പണ്ടത്തെ കാലം കൂടെ പോലെ ഒടിഞ്ഞു വളഞ്ഞ് തുരുമ്പിച്ച ആ സംഗതി ഇനി വലുതായിട്ട് നിവർത്തി വെക്കാതെ മടക്കി ഒടിച്ച് വെക്കുന്നതാണ് നല്ലത്. ഭരണം കിട്ടിയ അതിന് മാൻഡേറ്റ് നൽകിയ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേതാവിനെ പറഞ്ഞോ ചൊല്ലിയോ അല്ലാതെയോ ഒക്കെ എടുത്തു വെച്ച് ആ വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ച് വളരെ ഭംഗിയായി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്നതിനിടയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളിൽ ആശങ്കയുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ സാധാരണ എല്ലാ പൗരന്മാരെയും പോലെ അങ്ങയ്ക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താവുന്നതാണ്. അല്ലാതെ വേറൊരു ഈ പറഞ്ഞ സമുദായ സംഘടനയുടെ മേൽവിലാസത്തിനോടൊപ്പം നിൽക്കുന്നവരോ ഒരു സംഗതിയും കൊണ്ട് വരരുത്. പ്രത്യേകിച്ച് ഈ ചങ്ങനാശ്ശേരി പോപ്പും അതുപോലെ പിന്നെ നമ്മുടെ കണിച്ചോളങ്ങര രാജാവും ഒന്നും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വിഷയങ്ങളിൽ വല്ലാണ്ട് അഭിപ്രായം പറയാൻ പ്രത്യേകിച്ച് യാതൊരു അവകാശവും ഇല്ല എന്നതാണ് സത്യം. ഇപ്പോൾ അയൽ വീട്ടിലൊരുത്തൻ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ അവൻ വീട് വെക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കി ശപിച്ച് തുപ്പി പിന്നെന്താ എറിഞ്ഞ് നാറ്റി എന്ന് വേണ്ട എന്തെല്ലാം ചെയ്യാവോ മന്ത്രവാദവും കൂടുപാത്രവും എല്ലാം ചെയ്തതിന് ശേഷം അവൻ വീട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോ ഫർണിച്ചർ എവിടെ ഇടണം, അങ്ങോട്ടിടണോ ഇങ്ങോട്ടിടണോ എന്ന് പോയ അഭിപ്രായം പറയുന്നത് പോലെ അരോചകവും അനാവശ്യവുമാണ് അങ്ങയുടെ ഇപ്പോൾ അവസരവാദ ശരിദൂര നിലപാട്. അതുകൊണ്ട് ആ ദൂര നിലപാടെല്ലാം അങ്ങ് പുഴുങ്ങി കയ്യിൽ വെക്കുക. ലീഗ് പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. അതുപോലെ തന്നെ ആ സമൂഹവും ഇറങ്ങി നിന്ന് പൂർണ്ണമായും വോട്ട് ചെയ്തവരാണ്. കോൺഗ്രസിനും ലീഗിനും ഇടയിലുള്ള ബന്ധത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. അവർ അധികാരം കിട്ടുമ്പോഴും കിട്ടാത്തപ്പോഴുമെല്ലാം അതിൻ്റെ ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സവിശേഷമായി ചാഞ്ഞും ചരിഞ്ഞും ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് ഓർത്തിരിക്കണം എന്ന് പെരുന്ന പോപ്പിനോട് പ്രത്യേകമായി അറിയിക്കുന്നു.